നമസ്കാരം. ശ്രീനിവാസൻ എന്ന ഇതിഹാസം ഇനിയില്ല. ഒരിക്കല് ശ്രീനിവാസൻ എന്ന നടനെക്കുറിച്ച് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചൊരു വാർത്തയാണ്. ശ്രീനിവാസൻ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമായി ഞാൻ കാണുന്നത് ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിൻ്റെ വേഷമാണ്. ഒരു നടന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഭിനയിക്കാൻ അറിയാത്ത ഒരാളായി സ്ക്രീനിൽ അഭിനയിക്കുക എന്നത്. ആ സിനിമ കണ്ട ആരും തന്നെ സരോജ് കുമാറിന് അഭിനയിക്കാൻ അറിയുമെന്ന് പറയില്ല. അത്രത്തോളം മികച്ച രീതിയിൽ ശ്രീനിവാസൻ സരോജ് കുമാറായി പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞാടി. ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന നടൻ്റെ കരിയറിലെ പല വേഷങ്ങളെടുത്താലും സരോജ് കുമാറിനൊരു പ്രത്യേക സ്റ്റാൻഡ് ഔട്ട് പരിവേഷമുണ്ട്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ്. ശ്രീനിവാസൻ എന്ന മികച്ച നടനപ്പുറം മികച്ച തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നിങ്ങനെ തെളിഞ്ഞ ശേഷം സരോജ് കുമാർ എന്ന വേഷം ചെയ്തത് അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ചിലപ്പോൾ ചില സംവിധായകരുടെ ചില സിനിമകൾ നമുക്ക് കാണാൻ പറ്റാതിരുന്നിട്ടുണ്ടാകാം. ചില നടന്മാരുടെ സിനിമകൾ പോലും നമ്മൾ അങ്ങനെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ശ്രീനിവാസൻ എഴുതിയ ഒട്ടുമിക്ക സിനിമകളും മലയാളി പ്രേക്ഷകർ കണ്ടു തീർത്തിട്ടുണ്ടാകും. കാരണം അത്രത്തോളം മികച്ച ചിത്രങ്ങളാണ് എഴുതിയ ഓരോ സിനിമയും. 80കളുടെ അവസാനത്തോടു കൂടിയാണ് ശ്രീനിവാസൻ സിനിമയിൽ സജീവമാകുന്നത്. പിന്നീട് അങ്ങോട്ട് 2018 വരെ അദ്ദേഹം മികച്ച എഴുത്തുകാരനായി തന്നെ തുടർന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് പിന്നീട് അദ്ദേഹം സിനിമയിൽ എഴുതാതിരുന്നത്. കുറുക്കനാണ് അഭിനയിച്ചിട്ടുള്ള അവസാന ചിത്രം. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ആദ്യം പ്ലാൻ ചെയ്തത് മോഹൻലാൽ ശ്രീനി എന്ന കോംബോയിൽ തന്നെയാണ്. പിന്നീട് ശ്രീനിവാസൻ സാറിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ആ സിനിമ അങ്ങനെ നടക്കാതെ പോയി. ശ്രീനിവാസൻ എന്ന നടൻ ഏറ്റവും റെലവൻ്റ് ആകുന്നത് മികച്ച വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വടക്ക് നോക്കിയ യന്ത്രമാണ്. ഇന്നും ആ സിനിമയ്ക്കുള്ള റെലവൻസ് വളരെ കൂടുതലാണ്. ചിന്താവിശേഷ അമലയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുമില്ല. എഴുതിയിട്ടുള്ള ഓരോ സിനിമകളും മികച്ച സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളാണ്. ആർട്ട് സിനിമ എന്നോ അല്ലെങ്കിൽ ഒരു നീഷ് ഓഡിയൻസിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത സിനിമ എന്നോ പറയാൻ സാധിക്കില്ല. ഒരു സിനിമയ്ക്ക് ഓടാവുന്ന ഘടകങ്ങളൊക്കെ തന്നെ ശ്രീനിവാസൻ സിനിമകൾക്കുണ്ടായിരുന്നു. അതേസമയം അത്യുത്തമം ആ ചിത്രങ്ങളെല്ലാം സമൂഹത്തിലെ എല്ലാത്തരം പ്രേക്ഷകർക്കും റിലേറ്റബിളുമായിരുന്നു. 75-ലെ എമർജൻസിക്ക് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനം തന്നെയായിരുന്നു ശ്രീനിവാസന്റെ മിക്ക സിനിമകളിലും ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് പ്രേക്ഷകർക്ക് അത്രത്തോളം ആ കാലങ്ങളിൽ ആ ചിത്രങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നാടോടിക്കാറ്റിലെ വേഷം. നാടോടിക്കാറ്റിൽ മികച്ച രീതിയിൽ പ്രകടനത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ശ്രീനിവാസനും മോഹൻലാലും എത്തി. ഇന്നും ആ ഐക്കോണിക് കോമ്പിനേഷനുകൾക്ക് ആരാധകർ ഏറെയാണ്. പിന്നീട് 2 ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോഴും അതേ മികവോടുകൂടി ആ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനെല്ലാം അപ്പുറം സ്വന്തം തിരക്കഥയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേഷമായിരിക്കും ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടാകുക. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന ചിത്രത്തിലെ വേഷമാണ്. ഒരു ടിപ്പിക്കൽ ശ്രീനിവാസൻ സോണിനപ്പുറം ആ ചിത്രത്തിൽ ആ ഒരു റോളിൻ്റെ റെലവൻസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഇഷ്ടപ്പെടാതെ പോകുന്നതും ആ ഒരു ശ്രീനിവാസൻ കഥാപാത്രത്തെയാണ്. അതോടൊപ്പം മറവത്തൂർ കനവിലെ വേഷമെല്ലാം അത്രത്തോളം മികച്ചതായിരുന്നു. സ്വന്തം സിനിമയിലെ ഏറ്റവും ട്രോൾ ചെയ്യപ്പെടുന്ന, ഏറ്റവും ചിരി വളർത്തുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കോമാളി വേഷം എന്ന നിലയ്ക്ക് നമ്മൾ കാണുന്ന വേഷമായിരിക്കും ശ്രീനിവാസൻ തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും മികവോടുകൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും നടനും സംവിധായകനും ഒക്കെ വിടവാകുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു ഇതിഹാസത്തെ തന്നെയാണ്. ശ്രീനിവാസനോട് അങ്ങനെ ഇഷ്ടക്കേടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും റിലേറ്റബിളായ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അസല് സിനിമാക്കാരൻ. അതേ ഇഷ്ടം തന്നെയായിരിക്കാം ഒരുപക്ഷെ ധ്യാനിനോടും വിനീതിനോടും പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടാവുക. അതേ വാത്സല്യം തന്നെയാണ് പ്രേക്ഷകർക്ക് അവർ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ശരിക്കും ശ്രീനിവാസനെ മിസ് ചെയ്യും. ഒരുപക്ഷെ മികച്ച തിരക്കഥകളിലൂടെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും ഇനിയും ഒരുപാട് ശ്രീനിവാസൻ മൊമെൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സിനിമകളെല്ലാം കാലങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും.